ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് പറയുന്നത്, ഞാൻ മുന്നേ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഫസ്റ്റ് ഇയറിൽ യൂസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ചൊരു വീഡിയോ ഇടാം. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഫസ്റ്റ് ഇയറിൽ ഉപയോഗിച്ചിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്കും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്ന്. ജസ്റ്റ് അതിന്റെ ടെക്സ്റ്റിന്റെ ഉൾഭാഗങ്ങളും ഒക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ചെയ്ത ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം വാങ്ങിക്കാം. ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ടെക്സ്റ്റ് ആയിരിക്കില്ല വേറെ ആളുകൾക്ക് ഇഷ്ടപ്പെടുക. പിന്നെന്ന് പറഞ്ഞാൽ ചിലർക്ക് നല്ല സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നതായിരിക്കും ഇഷ്ടമുണ്ടാവുക, ചിലർക്ക് ഭയങ്കര സിമ്പിൾ ടെക്സ്റ്റ് പഠിക്കാനായിരിക്കും ഇഷ്ടമുണ്ടാവുക. അപ്പൊ അങ്ങനെ കുറെ കുട്ടികളുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ ക്ലാസ്സിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് ചില കുട്ടികൾ ഭയങ്കര ഫോറിൻ ഓതേഴ്സിന്റെ ടെക്സ്റ്റ് ആണ് പ്രിഫർ ചെയ്യുക. നമ്മൾ ആ ഓതേഴ്സിനെ കേട്ടിട്ടും കൂടി ഉണ്ടാവില്ല. പക്ഷെ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഭയങ്കര സിമ്പിൾ ടെക്സ്റ്റ് ഒക്കെ ഫോളോ ചെയ്യുക. അപ്പം അങ്ങനെ പല ആളുകൾക്കും പല ടെക്സ്റ്റ് ആയിരിക്കും ഇഷ്ടമുണ്ടാവുക. അപ്പം നമ്മുടെ കൺവീനിയന്റ് ആണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് ആ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മൾ ഫോളോ ചെയ്യുക. അപ്പൊ ഇന്ന് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ അത് മേടിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ 2-3 PDF ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ടെക്സ്റ്റ് ആണോ കുറച്ചും കൂടി മനസ്സിലാവുന്നത്, നിങ്ങൾക്ക് വായിച്ചിട്ട് ചില ഇംഗ്ലീഷ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ മനസ്സിലാവുന്ന ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള സാധനമാണ് നിങ്ങൾ അത് ഫോളോ ചെയ്യുക. പിന്നെ ഞാൻ ഏറ്റവും സിമ്പിൾ ടെക്സ്റ്റ് ആണ് ഫോളോ ചെയ്യുക. കാരണം എന്താണെന്ന് എനിക്ക് ചില ഇംഗ്ലീഷ് വായിച്ചപ്പോൾ എനിക്കത് മനസ്സിലാവില്ല. പിന്നെ എനിക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ പഠിക്കാനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കുറെ എനിക്കിങ്ങനെ അറിവുണ്ടാക്കുന്നതിനേക്കാൾ ഞാൻ പ്രിഫർ ചെയ്യുക എക്സാം എങ്ങനെയെങ്കിലും പാസ് ആയിക്കോട്ടെ എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും എല്ലാ വർഷവും ആലോചിച്ചും കണ്ടും സിമ്പിൾ ടെക്സ്റ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കും. അപ്പം ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള കുറച്ച് സിമ്പിൾ ടെക്സ്റ്റ് ആണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പാസ്സാവാൻ പറ്റും. ഫസ്റ്റ് ക്ലാസ്സും കിട്ടും, ഡിസ്റ്റിങ്ഷൻ കിട്ടും. എന്റെ ക്ലാസ്സിലെ ഡിസ്റ്റിങ്ഷൻ ഹോൾഡേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ടെക്സ്റ്റ് ബുക്ക് തന്നെയാട്ടോ. കാരണം നമുക്ക് അന്ന് ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ എല്ലാവരും ഒരു ടെക്സ്റ്റ് ആണ് മേടിച്ചിട്ടുള്ളത്. ഇപ്പൊക്കെയാണ് പലരും പല ഓതേഴ്സിന്റെ ടെക്സ്റ്റ് മേടിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് പഠിച്ച് നിങ്ങൾക്ക് ഡിസ്റ്റിങ്ഷൻ വരെ കിട്ടും. അപ്പം അതുകൊണ്ടൊന്നും പേടിക്കേണ്ട, നമ്മൾ പഠിക്കുന്ന കണക്കിരിക്കും. പിന്നെ നമ്മൾ എന്റെ ഒരു പേഴ്സണൽ സജഷൻ എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ വലിയ വലിയ ബുക്ക് പഠിക്കുമ്പം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ആദ്യമേ ഡെയിലി പഠിച്ചു തുടങ്ങുന്ന കുട്ടിയാണെങ്കിൽ മാത്രം നമ്മൾ അങ്ങനെ വലിയ വലിയ ബുക്ക് മേടിക്കാം. ഇല്ല, നമ്മൾ എക്സാംസിന്റെ കുറച്ച് മുമ്പിട്ടൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വളരെ സിമ്പിൾ മേടിക്കാം. കാരണം എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് എക്സാമിന്റെ തലേന്നൊക്കെ നമുക്ക് ഇതൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. അപ്പം എന്തെങ്കിലും കവർ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ ഒരു സാധനത്തിന് 4 പേജിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ നമ്മൾ ആ ഒരു സാധനം മാത്രം വായിച്ചിട്ടിരിക്കും. അപ്പൊ നമുക്ക് എക്സാംസിന് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഫെയിൽ ആവും. അപ്പൊ എപ്പോഴും കുട്ടി സാധനം വായിച്ചിട്ട് മാക്സിമം കവർ ചെയ്യാൻ നോക്കുക. അറ്റ്ലീസ്റ്റ് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനെങ്കിലും നമുക്ക് പറ്റണം. അല്ലാതെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് എഴുതിയെന്നുകൊണ്ട് കാര്യമില്ല. നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ലേശം മോശമായിട്ട് എഴുതിയാലും കുഴപ്പമില്ല, എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് പാസ് ആവാൻ പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും സിമ്പിൾ ടെക്സ്റ്റ്, ഇപ്പൊ നിങ്ങൾ വലിയ ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു സിമ്പിൾ ടെക്സ്റ്റും കൂടി കയ്യിൽ കരുതുന്ന ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ. അപ്പൊ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ടെക്സ്റ്റ് ആണ് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഞാൻ ആദ്യം പറയാൻ പോകുന്നത് അനാറ്റമിനെ കുറിച്ചാണ്. അനാറ്റമി സബ്ജക്ട് വൈസ് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പം മാക്സിമം അനാറ്റമി നല്ല ടെക്സ്റ്റ് ബുക്ക്, വളരെ സിമ്പിൾ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക. അനാറ്റമി പഠിക്കേണ്ട എങ്ങനെയാന്ന് പറഞ്ഞാൽ, നമ്മൾ 1 നോട്ട്സ് എഴുതുക, 2 നമ്മൾ ചിത്രം വരയ്ക്കുക. അതായത് ഡയഗ്രാംസ്, പിക്ചേഴ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒന്നും അറിയില്ലേ പോലും എന്തെങ്കിലും ഒരു ചിത്രം അവിടെ വരച്ചു വെച്ചാൽ നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടും. ഇപ്പം ഒരു സാധനം നിങ്ങൾക്ക് ഇപ്പൊ ഒരു 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കുറച്ച് 2-3 വരി എഴുതിയാൽ മേ ബി അത് അര മാർക്കേ കിട്ടുള്ളൂ. പക്ഷെ ഒറ്റ ചിത്രം വരച്ചിട്ട് 4 മാർക്കിന് നിങ്ങൾക്ക് ഒരു 2 മാർക്കെങ്കിലും കിട്ടും. അപ്പം അനാറ്റമി എന്നൊരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ബെസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഡയഗ്രാംസ് വരയ്ക്കാണ്. ഡയഗ്രാംസ് നിങ്ങൾക്ക് എത്രമാത്രം വരയ്ക്കാൻ പറ്റുമോ അത്രയും വരയ്ക്കാം. എന്നുവെച്ച് കണ്ട ഡയഗ്രാം അല്ല, ആ ക്വസ്റ്റ്യന് പറ്റിയിട്ടുള്ള ഡയഗ്രാം എത്രമാത്രം വരയ്ക്കാൻ പറ്റുമോ അതിന്റെ അണ്ടറിൽ അത്രയും വരയ്ക്കാം. പിന്നെ വരച്ചാൽ മാത്രം പോരാ, അത് കളർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കളർ ചെയ്ത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. അതായത് ഇപ്പൊ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 7 മാർക്ക് 6 മാർക്കൊക്കെ എന്തായാലും കിട്ടും. 8 അവർ തരാറില്ല ഒരിക്കലും. അപ്പൊ നിങ്ങൾക്ക് അത്രയും മാർക്ക് കിട്ടും. അപ്പം അനാറ്റമിയിൽ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം, ഡയഗ്രാംസ് വരയ്ക്കുക, അത് കളർ ചെയ്യുക, വൃത്തിയിൽ ലാബിൽ ചെയ്യാം. പറ്റുമെങ്കിൽ സ്കെയിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ലാബിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ചൊരു വലിയ ഫിഗർ വരയ്ക്കുക.
അവ പേപ്പറൊക്കെ വെറുതെ കിട്ടുന്നതായതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, വലിയ ഫിഗർ വരയ്ക്കും. അപ്പം ഇതാണ് അനാട്ടമി സ്കോർ ചെയ്യാനുള്ള മാർഗം എന്ന് പറയുന്നത്. ഇനി അനാട്ടമിയുടെ ടെക്സ്റ്റ് ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് വിശ്രാം സിംഗിന്റെ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പൊ ഇത് വിശ്രാം സിംഗിന്റെ അപ്ഡോമിന്റെ ലോവർ ലിംബിന്റെ ടെക്സ്റ്റ് ആട്ടോ. ഇതുപോലെ തന്നെ അപ്പർ ലിംബിന്റെ ഉണ്ട്, ലോവർ തൊറാക്സ്, പിന്നെ ഹെഡ് ആൻഡ് നെക്ക്, അങ്ങനെ ന്യൂറോ, അങ്ങനെ കുറച്ച് വോളിയൂംസ് ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് അബ്ഡോമൻ ആണ്. അബ്ഡോമൻ ലോവർ ലിംബാണ് എന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അപ്പം വിശ്രാം സിംഗിന്റെ ടെക്സ്റ്റിന്റെ എനിക്ക് ഇഷ്ടമുള്ള പാർട്ട് എന്താന്ന് പറഞ്ഞാൽ ഇതിൽ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് കൊടുത്തത്. ഒപ്പം തന്നെ ഇതിന്റെ ഡയഗ്രാംസും ഭയങ്കര എളുപ്പമാണ് വരയ്ക്കാൻ. ഭയങ്കര നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിഗേഴ്സ് ഇതിലില്ല. നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഭയങ്കര സിമ്പിൾ ഡയഗ്രാംസ് ആണ്. അപ്പം ചില HOD-മാർക്ക് വിശ്രാം സിംഗിന് ഇഷ്ടമല്ല. അതെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അവര് പഠിച്ചിട്ടുള്ളത് കുറച്ച് ഹൈ ലെവൽ ആയിരിക്കും. അപ്പൊ അവർക്ക് വിശ്രാം സിംഗ് ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ അവർക്ക് വലിയ ദഹിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഗൈസ്, ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് പാസ് ആവാനും പറ്റും, നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പം എന്റെ കോളേജിൽ ആക്ച്വലി ഇവിടുത്തെ HOD-ക്ക് BDC ആണ് ഇഷ്ടം. അപ്പം ഈ ടെക്സ്റ്റ് ബുക്ക് ഞാൻ നോക്കിയതാണ്, കുഴപ്പമില്ല, സിമ്പിൾ ആണ്. പക്ഷെ അതിനേക്കാൾ സിമ്പിൾ ആണ് ഇത്. അപ്പൊ നമ്മൾ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും സിമ്പിൾ ഇതായതുകൊണ്ട് തന്നെ ഇതാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. ഒത്തിരി മെഡിക്കൽ കോളേജ്, കേരളത്തിലെ ഈവൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോലും ആളുകൾ ഫോളോ ചെയ്യുന്നത് വിശ്രാം സിംഗ് ആണ്. സോ നിങ്ങൾക്ക് വേറെ ബുക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റി വാങ്ങിക്കണമെങ്കിൽ പോലും അനാട്ടമി വിശ്രാം സിംഗും കൂടി മേടിക്കുക, അല്ലെങ്കിൽ വിശ്രാം സിംഗ് ആയിട്ട് മേടിക്കണം എന്ന് പറയില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ വിശ്രാം സിംഗ് കയ്യിൽ കരുതുന്നത് കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കംഫർട്ടബിൾ ഏതെങ്കിലും ബുക്കൊക്കെ ഉണ്ടെങ്കിൽ, ഇത് കാണുന്ന സെക്കൻഡ് ഇയേഴ്സും തേർഡ് ഇയേഴ്സും ഒക്കെ കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചുള്ള ബുക്ക് നിങ്ങൾക്ക് കമന്റ് ചെയ്യട്ടോ. അപ്പൊ അതാർക്കെങ്കിലും ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാൻ യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പൊ ഞാൻ ഇതിന്റെ പേജ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ അനാട്ടമി ടെക്സ്റ്റിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. ഇതിൽ കണ്ടില്ലേ, എല്ലാ സാധനങ്ങളും, അതായത് എല്ലാ ടോപ്പിക്സും വളരെ നീറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാം ഓരോരോ കുഞ്ഞു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ അതിലും സബ് ടോപ്പിക്കായിട്ട് കുറേ സാധനം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫോണ്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട്, കുറേ കുത്തി നിറച്ചിട്ടൊന്നും ടെക്സ്റ്റിൽ ഇട്ടിട്ടില്ല. പിന്നെ ഇതിൻ്റെ പിക്ചേഴ്സൊക്കെ തന്നെ ഭയങ്കര ഈസിയാണ്, ഭയങ്കര നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാനും അത് എക്സാമിനും കൂടി റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എളുപ്പമുള്ള പിക്ചേഴ്സാണ് ഇതിലെല്ലാം തന്നെ. അടുത്തൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂറോ അനാട്ടമി എന്ന് പറഞ്ഞിട്ടുള്ളത്. ന്യൂറോ അനാട്ടമിയും ഇതായിരുന്നു ടെക്സ്റ്റ്. ഇതും ഞാൻ വിശ്രാം സിംഗ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെയും ഡയഗ്രാംസ് ഒക്കെ ഭയങ്കര എളുപ്പമാണ്. അതായത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡയഗ്രാംസ് ഒന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ചുകൂടി എളുപ്പമാണ് ഇതിന്റെ ഡയഗ്രാംസ്. പിന്നെ ഇത് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ട് തന്നെ ഉള്ളത് കുറച്ചുകൂടി വൃത്തിയിലാണ്. എന്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത് അത് നല്ല വൃത്തി ഉണ്ടാവും. എനിക്ക് ടെക്സ്റ്റ് ബുക്ക് കുറച്ചുകൂടി വൃത്തിയെ കൊണ്ടു നടക്കുന്നതാണ് എനിക്കിഷ്ടം. കാരണം ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെയൊന്നും മടക്കി ഒന്നും വെക്കില്ല, എനിക്കതൊന്നും പേഴ്സണലി ഇഷ്ടമല്ല. അപ്പൊ എന്റെ ടെക്സ്റ്റ് ബുക്ക് എപ്പോഴും വൃത്തി കാണും. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂറോ അനാട്ടമി ടെക്സ്റ്റിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. ഇതിൽ ഈ ഡയഗ്രാംസ് ഒക്കെ കണ്ടില്ലേ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ബുക്കിൽ നോക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഡയഗ്രാംസാണ്. കാരണം നമ്മുടെ ബ്രെയിനിൻ്റെ പല സിമ്പിൾ കാര്യങ്ങളും വരയ്ക്കുകയും വേണം, എന്നാൽ അത് വരയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടുമാണ്. പക്ഷേ ഈ ഒരു ടെക്സ്റ്റിലേക്ക് ഭയങ്കര കുറച്ചുകൂടി സിമ്പിളായിട്ട് കൊടുത്തിട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വരച്ച് പഠിക്കാനും കുറച്ചുകൂടി എളുപ്പമാണ് ഇതിലുള്ള എല്ലാ ഡയഗ്രാംസും കമ്പയർ ചെയ്തിട്ട് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ബുക്സിന്. സോ അടുത്ത സബ്ജക്ട് എന്ന് പറയുന്നത് ഫിസിയോളജിയാണ്. ഫിസിയോളജി ആക്ച്വലി ഞാൻ യൂസ് ചെയ്തത് വെച്ചാൽ ഇവിടുന്ന് അഡ്മിഷന് വരുന്ന സമയത്ത് ഇവിടുന്ന് ടെക്സ്റ്റ് ബുക്ക് നമ്മളെ കൊണ്ട് ഇവര് വാങ്ങിപ്പിച്ചായിരുന്നു. അത് AK ജെയിൻ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആദ്യത്തെ ഒരു മാസം ഉപയോഗിച്ചിട്ടുണ്ട് AK ജെയിൻ ആയിരുന്നു. സത്യം പറയാലോ, എനിക്ക് ഒരു വക മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. മേ ബി AK ജെയിൻ ഫാൻസ് ഉണ്ടാവാം, കാരണം വെച്ചാൽ അതൊരോരുത്തരുടെ ഇഷ്ടമാണല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷെ AK ജെയിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പോയിന്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ചില സാധനം നമുക്ക് പോയിന്റ് വായിച്ചാൽ മനസ്സിലാവില്ല. ഒരു പോയിന്റ് അടുത്ത പോയിന്റ് ഒരു കണക്ഷൻ നമുക്ക് കിട്ടൂല. അപ്പൊ ചില സാധനം നമ്മൾ അത്യാവശ്യം വലിയൊരു പാരഗ്രാഫ് വായിച്ചിട്ട് മനസ്സിലാക്കുന്ന ഒരു സാധനമാണ് എസ്പെഷ്യലി ഫിസിയോളജി എന്ന് പറയുന്നത്. അനാട്ടമി ആക്ച്വലി പോയിന്റ് മതി, പക്ഷെ ഫിസിയോളജി എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പം ഞാൻ ആദ്യത്തെ ഒരു മാസം എനിക്കൊന്നും മനസ്സിലാവുണ്ടായിരുന്നില്ല. അപ്പൊ ആണ് ഇങ്ങനെ ക്ലാസ്സിലപ്പോ വന്ന് പറയുന്നത് ഒരു ബുക്ക് ഉണ്ട്, ഗീത എന്നുള്ള ഓഥറിന്റെ ഈ ബുക്കാട്ടോ. അപ്പം ഗീത എന്നുള്ള ഓഥറിന്റെ ആക്ച്വലി അവര് എനിക്ക് ഉറപ്പില്ല, ട്രിവാൻഡ്രം ഓർ കോഴിക്കോട് ഏതോ ഒരു മെഡിക്കൽ കോളേജിന്റെ പ്രൊഫസർ ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു മാഡത്തിന്റെ ബുക്ക് ഉണ്ട്, എല്ലാ വർഷവും ഇവിടുത്തെ സീനിയേഴ്സ് യൂസ് ചെയ്യുന്നതാണ്.
വേണോന്ന് ചോദിച്ചിട്ട്. അപ്പൊ എനിക്കും AKG എന്തായാലും മനസ്സിലാവുന്നില്ല. സോ ഞാൻ ഇതും കൂടി വാങ്ങിച്ചു. പക്ഷെ പറയാലോ, അടിപൊളി ബുക്ക്. അടിപൊളി ബുക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി ബുക്ക്. പക്ഷെ നമുക്ക് എല്ലാ പ്രോസസ്സും നമുക്ക് വളരെ എന്താ പറയാ, നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവുന്ന ഇംഗ്ലീഷിൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് കുറച്ച് നല്ല ഫോണ്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ഇതിൽ ആഡ് ചെയ്യാം. അത്യാവശ്യം നല്ല ബുക്കാണ്. എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയി. എനിക്ക് അതിന് ശേഷമാണ് ഫിസിയോളജിക്ക് ആക്ച്വലി നല്ല മാർക്കും കിട്ടാൻ കാരണം. പിന്നെ ഫിസിയോളജി എപ്പോഴും ഞാൻ ഈ ടെക്സ്റ്റ് വായിച്ചതിന് ശേഷം ഒരു നോട്ട് എഴുതുമായിരുന്നു. അപ്പം അതുകൊണ്ട് ഫിസിയോളജിക്കാണെങ്കിൽ 3 സബ്ജക്റ്റിൽ വെച്ച് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് ഞാൻ ടെക്സ്റ്റ് വായിച്ചിട്ട് നോട്ട് എഴുതുമായിരുന്നു. അപ്പം ഇപ്പൊ അതൊന്നും നടക്കുന്നില്ല. ഫൈനൽ ഇയർ ആയതിനു ശേഷം ഞാൻ ഒരു നോട്ടും എഴുതാറില്ല, മടിയാണ്. പക്ഷെ അത് നമുക്കൊരു ഡെഡിക്കേഷൻ ആയിരിക്കുമല്ലോ. MBBS ജോയിൻ ചെയ്തേ പറഞ്ഞു. അപ്പൊ ആ ഒരു ഡെഡിക്കേഷനെ പുറത്ത് തന്നെ എഴുതിയിട്ടുള്ള നോട്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ നോട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടോ. അപ്പം കാരണം അതിൽ മാക്സിമം അതിൽ നിന്നാണ് എനിക്ക് എല്ലാ എക്സാംസിന്റെ ക്വസ്റ്റ്യനും വന്നിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഒറ്റ വോളിയേ ഉള്ളൂ, വലിയ ടെക്സ്റ്റ് ബുക്ക് ആട്ടോ, ഒറ്റ വോളിയേ ഉള്ളൂ. AKG ആക്ച്വലി 2 വോളിയം ഉണ്ട്. പിന്നെ അതല്ലാതെയും കുറെ ഫിസിയോളജി ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് സിമ്പിൾ ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് മാത്രമേ. ഇതിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ, എല്ലാം ഒരുമാതിരി അടുക്കിപ്പറക്കി നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ടെക്സ്റ്റ് വായിക്കാനും അത്യാവശ്യം ഇഷ്ടം തന്നെയായിരുന്നു. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ മാക്സിമം ഫ്ലോ ചാർട്ടാണ് മേഡം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലോ ചാർട്ട്, ഇതുപോലത്തെ ഫ്ലോ ചാർട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും പെട്ടെന്ന് പറ്റും. പിന്നെ ഇതൊരൊറ്റ വോളിയം ടെക്സ്റ്റാണ്, അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും വളരെ സിമ്പിളാണ്. അതായത് ഇവരുടെ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി 3ാമത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് ബയോകെമിസ്ട്രി ആണ്. ബയോകെമിസ്ട്രിക്ക് നമ്മൾ എല്ലാവരും ഫോളോ ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, DM വാസുദേവൻ. ഓക്കെ, അപ്പൊ ഈ ടെക്സ്റ്റ് ആണ്. അപ്പൊ ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി ഇവിടുന്ന് 2 ബയോകെമിസ്ട്രി ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. മറ്റിന്റെ പേര് എന്നോട് മറന്നുപോയി. ഇതുവാ തന്നിട്ടുള്ള. അപ്പൊ ഞാൻ ഒരേ ടോപ്പിക്ക് 2 ടെക്സ്റ്റിനും തുറന്നു വെച്ചപ്പോ കുറച്ചും കൂടി നന്നായിട്ട് കൊടുത്തിട്ടുള്ളത് DM വാസുദേവനിലാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഒരുവിധം പെട്ട എല്ലാ മെഡിക്കൽ കോളേജും ഫോളോ ചെയ്യുന്നത് DM വാസുദേവനാണ്. കുറച്ചും കൂടി ബയോകെമിസ്ട്രി നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി വൃത്തിയുണ്ട് ടെക്സ്റ്റിന്റെ ഉള്ളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ്. അതായത് ഫോണ്ടും കാര്യങ്ങളും അല്ലെങ്കിൽ ഫ്ലോ ചാർട്ടും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി ക്യാച്ചി ആയിരിക്കും. അപ്പം കുറച്ചും കൂടി നല്ല ബുക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് DM വാസുദേവനാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്ക് ഫോളോ ചെയ്യാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ ഈ ടെക്സ്റ്റിൻ്റെ അടിയിൽ ഇതുപോലെ കുറേ കുത്തി വരഞ്ഞിട്ട പോലെ തോന്നും നിങ്ങൾക്ക്, കുറേ അക്ഷരങ്ങൾ പോലെ. പക്ഷെ നമുക്ക് ഇതൊന്നും ആവശ്യമില്ല. നമുക്കിത് ഇത്തരമുള്ള ഫ്ലോ ചാർട്ട് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ. സോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് സിമ്പിൾ ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്ക് എന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ കംഫർട്ടബിൾ ആണ്. ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾ ഒരു സബ്ജക്റ്റിന്റെ ഒരുവിധം ഒരു 3-4 ഓതേഴ്സിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ PDF ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ അത് വായിച്ചു നോക്കുക. ഒരേ ടോപ്പിക്ക് 3 ടെക്സ്റ്റിനും 4 ടെക്സ്റ്റിനും വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണോ നിങ്ങൾ അത് ഫോളോ ചെയ്യാം. ഇപ്പം അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് പറഞ്ഞു തരൂ എന്ന് ചോദിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ ഇതുപോലെ ചെയ്യാട്ടോ. പിന്നെ കുറെ ടെക്സ്റ്റ് ബുക്ക് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താന്ന് പറഞ്ഞാല് നമ്മളിപ്പം ഓരോരോ ടെക്സ്റ്റ് ബുക്കിന് അത്യാവശ്യം നല്ല കോസ്റ്റ് വരും. അപ്പൊ നമ്മൾ 3 ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഒരു സബ്ജക്റ്റിന്റെ മേടിക്കേണ്ട. ഒരു ടെക്സ്റ്റ് മേടിക്കുക, ഒരു ടെക്സ്റ്റ് ബാക്കി ടെക്സ്റ്റ് PDF ഡൗൺലോഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് എടുക്കുക. പിന്നെ കുറെ കുട്ടികൾ ചേർന്നിട്ട് ഒന്നും ടെക്സ്റ്റ് ബുക്ക് മേടിക്കാറുണ്ട്. അതായാലും കുഴപ്പമില്ല. ഇപ്പം സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കുറെ കുട്ടികൾ ചേർന്ന് മേടിക്കും. പക്ഷെ അടി ഉണ്ടാവരുത്. ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ മെഡിക്കൽ കോളേജിൽ അടി നടക്കാറുണ്ട് ടെക്സ്റ്റ് ബുക്കിന്റെ പേരിലൊക്കെ. സോ അടി ഉണ്ടാവാതിരിക്കുക. അതുകൊണ്ട് തന്നെ മാക്സിമം സ്വന്തം മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ കുറെ ബുക്കൊന്നും മേടിച്ചു വെറുതെ കട്ടപ്പുറത്ത് കയറ്റി വെക്കണ്ട. സോ ഇത്രയാണ് ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ആക്ച്വലി കുറെ ലിങ്ക് ടെലഗ്രാമിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം റീസെന്റ് ആയിട്ട് എന്തോ ടെലഗ്രാമില് ഈ ബുക്കിന്റെ ഒക്കെ പബ്ലിഷേഴ്സ് കംപ്ലൈന്റ് കൊടുത്താണ് എന്തോന്ന് പറഞ്ഞുകൂടാ, എല്ലാം എടുത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ എനിക്ക് ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. പിന്നെ എന്റെ അടുത്ത് ഫസ്റ്റ് ഇയർസിന്റെ ലിങ്ക് ഒക്കെ കുറെയൊക്കെ കളഞ്ഞു പോയി. കാരണം നമ്മൾ ഓരോരോ വർഷം കഴിയുമ്പോൾ ഫോൺ ഒന്ന് എല്ലാം ഡിലീറ്റ് ചെയ്യുമല്ലോ. അപ്പൊ ഞാൻ ഈ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ കയ്യിൽ ലിങ്കും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ കിട്ടുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. പിന്നെന്ന് പറയുന്ന അടുത്തൊരു വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നതാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ എങ്ങനെ പാസ് ആവാന്നുള്ളതാണ്. അതായത് എക്സാംസിന് യൂസ് ചെയ്യേണ്ട ഗൈഡാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ മാർക്കറ്റിൽ കുറെ ഗൈഡ് കാണും. പക്ഷെ ഏറ്റവും നല്ല ഗൈഡ് ഏതാണ് എന്നതാണ്. അപ്പൊ ഇത് എന്റെ ഫൈനൽ ഇയറിന്റെ ഗൈഡാണ്. അപ്പൊ ഇതുപോലെ നമുക്ക് ഓരോരോ വർഷവും ഗൈഡ് ഉണ്ട്.
അപ്പം നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഗൈഡ് ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എളുപ്പത്തിൽ പാസ്സാകാൻ പറ്റും, അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി 3 നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. ആക്ച്വലി ഇത് നിങ്ങൾക്ക് വലിയ അറിവുണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിരിക്കില്ല അടുത്തത്. കാരണം വെച്ചാൽ ഞാൻ പരീക്ഷ പാസ്സാവേണ്ട എളുപ്പ വഴികൾ ഉണ്ടാവുമല്ലോ, കുറച്ച് നമ്മുടെ കുറച്ച് പൊടിക്കൈകൾ, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.